നമ്മൾ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിലുടനീളം നമ്മൾ സാധനങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പം ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും. കാരണം വലിയ വലിയ കർഷകർക്കാണ് നമുക്ക് വലിയ അളവിൽ സാധനങ്ങൾ വേണ്ടി വരിക. നമ്മളൊരു വീട്ടിൽ ഒരു ചെറിയ പൂന്തോട്ടമുള്ളവർക്ക് അല്ലെങ്കിൽ ചെറിയ 1-2 ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം വളം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടി റൂട്ട്സ് കൊടുക്കുന്നുണ്ട്. റൂട്ട്സ് അഗ്രി സ്റ്റോറിൽ നിന്നും 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും 1 കിലോ ഉള്ള ഒരു ജൈവവളം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് റൂട്ട്സ് അഗ്രി സ്റ്റോർ ഹൈപ്പർ മാർക്കറ്റിലാണ്. റൂട്ട്സ് എന്ന് പറയുന്നത് കൃഷിയായി ബന്ധപ്പെട്ട എല്ലാ സർവീസും ചെയ്തു തരുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. അതായത് നമുക്കൊരു വിത്ത് മുതൽ അത് വളർന്ന് വലുതായി ഒരു മരമായി അതിൽ നിന്നൊരു ഫലം കിട്ടുന്നത് വരെയുള്ള സർവീസ് റൂട്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സാധനങ്ങൾ എടുക്കാനുള്ള സൗകര്യം റൂട്ട്സ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. കൂടാതെ ഇവിടെ നേരിട്ട് വന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത കസ്റ്റമർക്ക് നമ്മൾ ഇന്ത്യയിലുടനീളം സാധനങ്ങൾ കൊറിയറായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മളത് അയച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മനുഷ്യർക്ക് അസുഖം വരുന്ന പോലെ തന്നെ നമ്മൾ പ്ലാന്റ്സിനും പലവിധ അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിനുള്ള മെഡിസിൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ കീടനാശിനികൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് കീടനാശിനികൾ. നമ്മൾ ഒരു പ്ലാന്റിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള മരുന്ന് സജസ്റ്റ് ചെയ്യാനും നമുക്ക് റൂട്ട്സ് നമുക്ക് സൗകര്യം ചെയ്തു തരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു മെഡിസിൻ കാറ്റഗറിയിൽ വരുന്നത്. ഇതിപ്പം ടാറ്റ റാലീസിൻ്റെയാണ്, നഗാട്ട, അതുപോലെ തന്നെ റീവ 2.5, കൊറാണ്ട, ഇതൊക്കെ ടാറ്റ റാലീസിൻ്റെ പ്രൊഡക്ട്സ് ആണ് വരുന്നത്. എല്ലാം ഇൻസെക്ടിസൈഡ്സ് ആണ്, എല്ലാം ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ്. നമ്മൾ ടാറ്റ, അതുപോലെ തന്നെ സിൻജൻഡ, അതുപോലെ തന്നെ ബെയർ, അങ്ങനെ എല്ലാം കമ്പനി ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീൻ്റെ പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് PGPR സെക്ഷനിൽ വരുന്നതാണ്. ബഹാർ, ഇതൊക്കെ ഓൾമോസ്റ്റ് അധിക കസ്റ്റമേഴ്സിനും അറിയുന്ന ഇതിൽ വരുന്നതാണ്. ബഹാർ എന്ന് പറയും, ടാറ്റ റാലീസിൻ്റെയാണ്. അതുപോലെ തന്നെ സർപ്ലസ്, നല്ല റിസൾട്ടുള്ളൊരു മൈക്രോന്യൂട്രിയൻ്റ് ആണ് സർപ്ലസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഫംഗിസൈഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. സാഫ് എന്ന് പറയും, നമ്മൾ കുമിൾനാശിനി എന്നൊക്കെ പറയും. ഒരുവിധം എല്ലാ പ്ലാന്റ്സിനും ഉള്ളതാണ് ഫംഗസ് ബാധ. അതിനെതിരായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സാഫ്. ചെറിയ പാക്കിംഗ് വരെ അവൈലബിൾ ആണ് സാഫിൻ്റെതൊക്കെ. ഇവിടെയുള്ള എല്ലാ മരുന്നും നമുക്ക് എത്ര ചെറിയ പാക്കിംഗ് വേണമെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സിന് സൗകര്യാർത്ഥം നമ്മൾ അയച്ചു കൊടുക്കും. അതിപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒക്കെ ഒരു 5 കിലോനൊക്കെയാണ് വരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ ലൂസ് ആക്കിയിട്ട് ഇപ്പൊ 100 ഗ്രാം മതി, അതും ചെയ്തു കൊടുക്കാം. അതെ, നമ്മൾ 100 ഗ്രാം, നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത്. നമ്മൾ ചെയ്യുന്ന സർവീസിൽ ഏറ്റവും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് അതുപോലെ തന്നെ ചെറുകിട കർഷകർക്കൊന്നും നമുക്ക് ഇത്രയും വലിയ പാക്കിംഗ് അഫോർഡബിൾ ആയിരിക്കില്ല. കാരണം അവർക്കത് കുറെ അധികം വരും. ഇപ്പോൾ ഈ ഒമെക്സിൻ്റെ ഇത് ബയോറ്റിൻ്റെ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് 1 ലിറ്റർ ആണ് വരുന്നത്. 500 ml വരെ പാക്കിംഗ് ഉള്ളൂ. അതായത് സീൽഡ് പാക്ക് ആയിട്ട് കമ്പനി തരുന്നത് 500 ml മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് 100 മില്ലി തൊട്ടിട്ട് നമ്മളിത് ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പലവിധ വീട്ടുമുറ്റത്തുള്ള ചെറിയ പൂക്കൾക്കും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി അവർക്ക് ആവശ്യമില്ല. 1 ലിറ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികമാണ്. പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന സ്പ്രെയർ ആണ് ഇതൊക്കെ. ഇതല്ലാതെ തന്നെ വലിയ വലിയ അളവിലുള്ള സ്പ്രെയർ വരുന്നുണ്ട്. ഇതൊക്കെ ചെറിയൊരു വീട്ടിലേക്കൊക്കെ ചെറിയൊരു ആവശ്യത്തിനാണെങ്കിൽ നമുക്കിതിപ്പോൾ 2 ലിറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് 3 ലിറ്ററാണ് വരുന്നത്. ഈ സ്പ്രെയറൊക്കെ ഇത് കണ്ടോ, അത്യാവശ്യം ഒരു 2 ആളെ ലെങ്ത്ത് ഹൈറ്റിൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നനയ്ക്കാൻ പറ്റും. ഈ ഒരു സ്പ്രെയർ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് നമുക്ക് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ടാറ്റയുടെ പ്രൊഡക്റ്റ് ആണ്. മൈക്രോന്യൂട്രിയൻ ഫെർട്ടിലൈസർ ആയിട്ട് വരുന്നതാണ്. സോളുബോർ എന്ന് പറയും. അതായത് ബോറോൺ കണ്ടന്റ് കുറവുള്ള പ്ലാന്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണിത്. ഇതാണ് നമ്മളുടെ ഒരു മൈക്രോന്യൂട്രിയൻസിൻ്റെ സെക്ഷൻ. അതായത് ശരിക്കും പറഞ്ഞാൽ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു കലവറ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഓരോ ക്രോപ്പിന് നമ്മൾ സ്പെഷ്യലി ഉപയോഗിക്കുന്ന മൈക്രോന്യൂട്രിയൻസ് ആണ് നമ്മളിവിടുന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് കവുങ്ങിനുള്ളതാണ്. അടയ്ക്കയ്ക്ക് ധാരാളം അടയ്ക്ക കായ്ക്കാനും അതുപോലെ തന്നെ അടയ്ക്ക കൊഴിച്ചിലൊക്കെ നിൽക്കാനും കവുങ്ങ് നല്ല സ്ട്രെങ്തി ആയിട്ട് വളരാനും ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് LCM രാസി എന്ന് പറഞ്ഞിട്ട്, ഇത് വേറൊരു പ്രൊഡക്റ്റാണ് വരുന്നത്. മൈക്രോന്യൂട്രിയൻ്റ് ആണ്, നമ്മളെ പഴങ്ങളും പച്ചക്കറികൾക്കും യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത് ജാതി സ്പെഷ്യലാണ് വരുന്നത്. ജാതിക്കും അങ്ങനെ തന്നെ. ഇതൊക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം ഒരു പ്ലാന്റിന് കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ തെങ്ങിനുള്ള മൈക്രോന്യൂട്രിയൻസ് ആണ് വരുന്നത്. കോക്കനട്ട് സ്പെഷ്യൽ എന്ന് പറയും. ഇതാ തെങ്ങിന് അതേപോലെ തന്നെ മൊച്ചിങ്ങ കുഴിച്ചിൽ നിൽക്കാനും അതുപോലെ തന്നെ തെങ്ങ് നല്ല സ്ട്രെങ്തി ആയിട്ട് വളരാനും ഉള്ളതാണ്. പിന്നെ ഇതുവരെ കായ്ക്കാത്ത തെങ്ങാണെങ്കിൽ നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കായ്ഫലം എന്തായാലും തീർച്ചയാണ്. ഇതിൻ്റെ പാക്കിംഗ് വരുന്നത് 1 kg വരുന്നുണ്ട്, പിന്നെ 5 kg, 10 kg, 50 kg അങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഒരു വീട്ടിലേക്കൊക്കെ ആവശ്യത്തിനാണെങ്കിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതി. അപ്പം നമ്മളത് ലൂസായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ റൂട്ട്സിൻ്റെ ഒരു ടൂൾസിൻ്റെ സെക്ഷൻ വരുന്നത്. നമുക്ക് ചെറിയ ചെറിയ ടൂൾസ് മുതൽ അത്യാവശ്യം വലിപ്പത്തിലൊരു വലിയ കർഷകന് യൂസ് ചെയ്യാനുള്ള ടൂൾസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഉടനീളം നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ടൂൾസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗാർഡനിലേക്കൊക്കെ വരുന്ന ടൂൾസാണിത്. ഇതൊക്കെ അത്യാവശ്യം ഒരു
വീട്ടിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പൂന്തോട്ടമുള്ളവർക്ക് ഗാർഡനിൽ പ്ലാന്റ്സ് കട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ എല്ലാത്തിനും വരുന്ന ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ കൈക്കോട്ട് പോലുള്ള സാധനങ്ങൾ, കൃഷിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനവും കിട്ടുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റിനാണ് റൂട്ട്സ് അഗ്രി സ്റ്റോർ എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് റൂട്ട്സിൻ്റെ തന്നെ ഒരു ഗാർഡൻ കൂടി വരുന്നുണ്ട്, നമ്മൾ നഴ്സറി കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളെ എല്ലാ വളങ്ങളും നമ്മളുടെ ഈ നഴ്സറിയിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൽ 100% റിസൾട്ട് കിട്ടുന്ന ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ നമ്മളൊരു കസ്റ്റമറിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ. നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പോട്ട്സ് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് പെർലൈറ്റ്, ഒരുപാട് കസ്റ്റമേഴ്സ് ഓൺലൈനിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞൊരു സാധനമാണ് പെർലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ വെർമിക്കുലേറ്റ്, നമ്മൾ കസ്റ്റമേഴ്സ് അധികം ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കുന്നതാണ്, അധികം പൊടി ഇല്ലാത്ത വെർമിക്കുലേറ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ നമുക്ക് വെർമി കമ്പോസ്റ്റ് വരുന്നുണ്ട്, മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയും. ഇതും അങ്ങനെ തന്നെ കസ്റ്റമേഴ്സ് ആവശ്യാനുസരണം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലേ ബബിൾസ്, ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ ഇന്ത്യയിലുടനീളം നമ്മൾ എത്തിച്ച് കൊടുക്കുന്നതായിരിക്കും. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എല്ലാ സർവീസും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു പോട്ട്സിൻ്റെ ഏരിയ വരുന്നത്. നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പോട്ട്സ് വരുന്നുണ്ട്, പലവിധ കളറിൽ വരുന്നുണ്ട്. നമുക്കിപ്പം അതുപോലെ തന്നെ നമുക്ക് സ്റ്റോൺസ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സ്റ്റോൺസ് ആണ് ഇത് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ വരെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ വീട്ടിലേക്കൊന്നാണെങ്കിൽ ഇങ്ങനെ സ്റ്റോൺസ് ഒന്നും ഒരുപാട് ആവശ്യമില്ല, വളരെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ മതിയാവും. അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റൂട്ട്സിൻ്റെ ഒരു നഴ്സറി ഏരിയ വരുന്നത്, റൂട്ട്സ് ഗാർഡൻ എന്ന് പറയും. അതായത് നമ്മളിവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ ചിക്കു എന്ന് പറയുന്നത്, സപ്പോട്ട എന്നൊക്കെ പറയും. ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിപ്പോൾ എല്ലാത്തരം ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഇത് വരുന്നത് പ്ലാവിൻ്റെ തൈകളാണ്. കൂടാതെ ഇത് പേര വരുന്നുണ്ട്. അതുപോലെ തന്നെ ജാതി, ഇതൊക്കെ കായ്ച്ച ജാതിയാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചതാണ്. നമ്മളിവിടുത്തെ എല്ലാ വളങ്ങളും നമ്മളുടെ നഴ്സറിയിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് 100% നമുക്ക് റിസൾട്ട് തോന്നിയ സാധനങ്ങൾ മാത്രമേ നമ്മൾ പുറത്ത് കസ്റ്റമേഴ്സിന് നമ്മൾ സജസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റ്സിന് എന്തെങ്കിലും അസുഖം പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവാനും എന്താണ് പ്രതിവിധി എന്ന് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, എല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ്. കാരണം നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് ഫംഗിസൈഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്, അങ്ങനെ എല്ലാം ഉപയോഗിച്ച് നമുക്ക് അത്രയും തൃപ്തി ലഭിച്ച മരുന്നുകളാണ് നമ്മൾ കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ പല വീടുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഉണ്ടാവില്ല. കൃഷി എന്ന് പറയുന്നത് ഒരു ജീവിതമാർഗ്ഗമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വലിയ അളവിൽ നമ്മൾ വളങ്ങളും മൈക്രോ ന്യൂട്രിയൻസൊക്കെ മേടിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം നമ്മൾ ചെറിയ ചെറിയ വീടുകളിൽ വീട്ടമ്മമാർ, അതുപോലെ തന്നെ റിട്ടയർഡ് ആയിരിക്കുന്ന വെറുതെ കൃഷി ഒരു ഹോബിയായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വരെ നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമുള്ളത് വളരെ കുറഞ്ഞ അളവിലാണ് മൈക്രോ ന്യൂട്രിയൻസും മരുന്നുകളും ഒക്കെ ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഇതാണ് നമ്മുടെ ഒരു മീൽസിൻ്റെ കളക്ഷൻ വരുന്നത്. നമ്മളെല്ലാം കമ്പനി സാധനങ്ങളാണ്. ഗോദ്രേജ്, അതുപോലെ തന്നെ ആപ്ടെക്, അതിൻ്റെയൊക്കെ സൂപ്പർ മീൽ വരുന്നുണ്ട്, ബോൺ മീൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാറ്റ റാലീസിൻ്റെ ജിയോ ഗ്രീൻ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ചാക്കായിട്ടാണ്, വലിയ വലിയ കർഷകർക്കൊക്കെ ആണെങ്കിൽ 50 കിലോൻ്റെ ചാക്കാണ് ആവശ്യം ഉണ്ടാവുക. ഇതെല്ലാം നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ചെറിയൊരു വീട്ടിലേക്കുള്ള ഒരു ആവശ്യത്തിനാണ് നമ്മൾ സൂപ്പർ മീലൊക്കെ കൊണ്ടുവന്നെങ്കിൽ 500 ഗ്രാം മുതൽ, അതായത് 1/2 കിലോ മുതൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. ഇന്ത്യയിലുടനീളം നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 തരത്തിലാണ് ഒരു പ്ലാന്റിന് അത്യാവശ്യമായിട്ട് വളങ്ങൾ വേണ്ടത്. പ്രൈമറി ഫെർട്ടിലൈസർ എന്ന് പറയും, സെക്കൻഡറി ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ്. അതിൽ പ്രൈമറി ഫെർട്ടിലൈസറിൽ വരുന്നതാണ് NPK എന്ന് പറയും, അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം, ഇതൊക്കെ NPK കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡറി മൂലകങ്ങളായ CMS എന്നാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്, കാൽഷ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ സൾഫർ. അതുപോലെ തന്നെ വരുന്നതാണ് മൈക്രോ ന്യൂട്രിയൻസ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് മൈക്രോ ന്യൂട്രിയൻസ്. നമുക്ക് മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നത് തെങ്ങിനുള്ളതും നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ഓരോ ക്രോപ്പിനും സ്പെഷ്യലി ആയിട്ട് വരുന്നതാണ്. അതായത് ഇതിപ്പോൾ ജാതിക്ക, തെങ്ങ്, അതുപോലെ തന്നെ കവുങ്ങ്, പച്ചക്കറികൾ, വാഴ, അങ്ങനെ എല്ലാത്തിനും ഓരോന്നിനായിട്ട് പ്രത്യേകമായിട്ട് രൂപപ്പെടുത്തിയതാണ് മൈക്രോ ന്യൂട്രിയൻസ് വരുന്നത്. നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ജൈവവളങ്ങളും രാസവളങ്ങളും ഉപയോഗിക്കുന്ന അത്രയും അളവിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു തെങ്ങിനാവട്ടെ, നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ആയ കോക്കനട്ട് സ്പെഷ്യൽ വെറും 500 ഗ്രാം മതി. വലിയൊരു തെങ്ങിന്, കായ്ഫലം ഉള്ള തെങ്ങിനാണെങ്കിൽ നമുക്ക് 500 ഗ്രാം മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 10 കിലോൻ്റെ ഒരു പാക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ശരിക്കും 20 തെങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജാതിക്കയാണെങ്കിലും സെയിം ആസ് 10 കിലോ എടുക്കുകയാണെങ്കിൽ
20 ജാതിക്കയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അരീക്കനട്ട് സ്പെഷ്യൽ ഇതാണ് അടയ്ക്കേൻ്റെ വരുന്നത്. അരീക്കനട്ട് സ്പെഷ്യൽ ഇതാണെങ്കിൽ ഒരു 200-250 ഗ്രാം മതി നമുക്ക് ഒരു കവുങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. അതായത് 1 കിലോ നമുക്ക് 4 കവുങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പാക്കിംഗ് എല്ലാം തന്നെ 1 കിലോ മുതൽ 1 കിലോ, 5 കിലോ, 10 കിലോ, 50 കിലോ ആണ് വരുന്നത്. അതിൽ നമുക്ക് ഏറ്റവും കുറവ് ഒരു 5 കിലോ വേണ്ടാത്ത ആളുകൾക്ക് 2 കിലോ ആയിട്ട് 3 കിലോ ആയിട്ട് നമുക്ക് ലൂസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓൾ ഓവർ ഇന്ത്യ നമ്മളിത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഏത് കസ്റ്റമേഴ്സിന് എത്രയാണോ ആവശ്യം അത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ പാർസലായിട്ട് കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ വാട്ടർ സോളുബിൾ വളങ്ങളായിട്ട് വരുന്നത്. ഇതെല്ലാം ബ്രാൻഡഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം നമ്മളുടെ തന്നെ തോട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ച് 100% റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രം ഒരു കസ്റ്റമറിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതൊക്കെ കോംപ്ലക്സ് വരുന്നുണ്ട്, നൈട്രോബോർ വരുന്നുണ്ട്, NPK വരുന്നുണ്ട് 19-19-19. അതുപോലെ തന്നെ യാരാമില വിന്നർ, യാരാമില കോംപ്ലക്സ് ഇതൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം നമുക്കിതിപ്പോൾ 25 കിലോൻ്റെ ചാക്കാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ കസ്റ്റമേഴ്സിന് സൗകര്യാർത്ഥം ഇതെല്ലാം നമുക്ക് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി മുതൽ വലിയ ക്വാണ്ടിറ്റി വരെ നമ്മൾ ഓൺലൈനായിട്ട് പാർസൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ റൂട്ട്സ് അഗ്രി സ്റ്റോറിൽ വീഡ് മാറ്റ് അതുപോലെ തന്നെ ഷെയ്ഡ് നെറ്റ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഇന്ത്യയിലുടനീളം ഏത് കസ്റ്റമേഴ്സിന് എവിടെ വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് സർവീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതായിരിക്കും.